ഇപ്പോൾ തിരുവനന്തപുരം കാരേറ്റിലെ ഉണ്ണികൃഷ്ണൻ മൂരിയുടെ വീട്ടിലും ഇഡിയുടെ പരിശോധന തുടരുന്നതായി നമ്മുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. ഷെവീദ് റാവുത്തർ തത്സമയം ടെലിഫോണിൽ ചേരുന്നു. ഷെവീദ്, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരത്ത് 3 സ്ഥലങ്ങളിലാണ് ഒരേ സമയം ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഒന്നാമത്തേത് തിരുവനന്തപുരം കിളിമാനൂർ കാരേറ്റിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്, രണ്ടാമത്തേത് പേട്ടയിലുള്ള മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന്റെ വീട്, അതേപോലെ തന്നെ മൂന്നാമത്തേത് ദേവസ്വം ആസ്ഥാനം. ഈ 3 സ്ഥലങ്ങളിലാണ് തിരുവനന്തപുരത്ത് ഇഡിയുടെ റെയ്ഡ് നടക്കുന്നത്. കൊല്ലം കോടതി ഇഡി റെയ്ഡിന് അല്ലെങ്കിൽ ഇഡി അന്വേഷണത്തിന് അനുമതി നൽകിയതിന് പിന്നാലെ രേഖകളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനായിരുന്നു ഇഡിയുടെ തീരുമാനം. ഇതിന് പിന്നാലെയാണ് രേഖകൾ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ പ്രതികളുടെ വീട്ടിലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളുള്ള ദേവസ്വം ആസ്ഥാനത്തും ഇപ്പോൾ ഇഡി സംഘം പരിശോധന നടത്തുന്നത്. പ്രധാനമായും 1999 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഈ പാളികളുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ട് അക്കാര്യങ്ങളിലെ രേഖകൾ പൂർണ്ണമായും പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഇഡി ഉദ്യോഗസ്ഥരിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് സ്വർണം പൊതിഞ്ഞതുമായി മുതൽ 2024 വീണ്ടും 2019 ശേഷം വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാനുള്ള നീക്കം ആരംഭിച്ചതടക്കമുള്ള മുഴുവൻ വിവരങ്ങളും പരിശോധിക്കാനാണ് ഇഡി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കിളിമാനൂർ കാര്യത്തിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് ഇഡി സംഘം എത്തിയത് പുലർച്ചെയാണ്. 2 ഇന്നോവ വാഹനത്തിലെത്തിയ ഇഡി സംഘം ആദ്യം തന്നെ അവരുടെ ബന്ധുക്കളോട് ഇഡി ആണെന്നും അതേപോലെ തന്നെ പരിശോധനയാണെന്നും ആവശ്യപ്പെട്ടു. പിന്നാലെ ബന്ധുക്കളുടെ അടക്കം ബാങ്ക് വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസ്തു ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്താനാണ് ഇഡി ഉദ്യോഗസ്ഥർ നീക്കം. കഴിഞ്ഞ ദിവസം ഇന്റലിജൻസിൽ നടക്കം ഇഡി ചില വിവരങ്ങൾ തേടിയിരുന്നു എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് ഇഡി വെറുതെ കയ്യും വീശി പരിശോധനയ്ക്ക് എത്തിയതല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT കോടതി വഴി നൽകിയ രേഖകൾക്കപ്പുറത്തേക്ക് ഇഡി കുറച്ച് വിവരശേഖരണം കൂടി നടത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് പ്രതികളുടെ സാമ്പത്തിക വിവരങ്ങൾ, ഇവർ നടത്തിയ ഇടപാടുകൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ദേവസ്വത്തിൽ നടന്നിട്ടുള്ള നീക്കങ്ങൾ, അതിന്റെ രേഖകൾ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധിക്കാനുള്ള നീക്കത്തിലേക്ക് ഇഡി സംഘം കടന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് 3 ഇടങ്ങളിൽ റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ A. പത്മകുമാറിന്റെ ചില ബന്ധുക്കളുടെ വീടുകൾ തിരുവനന്തപുരത്തുണ്ട്. അവിടെ കൂടി ഇഡി പരിശോധന നടത്താൻ ആലോചനയുണ്ട് എന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നതിനിടെ ഇഡിയുടെ ഈ നീക്കവും നിർണായകമാണ്. നേരത്തെ കോടതി വ്യവഹാരങ്ങൾ കയറിയിറങ്ങിയ ശേഷമാണ് ഇഡി അന്വേഷണത്തിന് കളമൊരുങ്ങിയത്. ഇഡിയുടെ പക്കൽ SITയുടെ മുൻപത്തെ ഇടക്കാല റിപ്പോർട്ട് വരെയുള്ള രേഖകളുണ്ട്. ഇന്നലെ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകൾ ഇഡിക്ക് കൈമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അവിടെയാണ് നിർണായകമായിട്ടുള്ള VSSലെ പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ SIT കോടതിയിൽ സമർപ്പിച്ചത്. സമാന്തരമായി SIT സംഘം സന്നിധാനത്ത് പരിശോധന നടത്തുകയാണ്. അതിനിടെയാണ് പ്രതികളുടെ വീടുകളിൽ ദേവസ്വം ഇടപാടുകൾ നടന്ന സ്ഥലങ്ങളിലൊക്കെ ഇഡി സംഘം ഇപ്പോൾ പരിശോധന റെയ്ഡ് നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.